ഹലോ, ഇത് ഒരു തോരൻ റെസിപ്പിയാണ്. ഇതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കാണും അല്ലേ, ഇത് ബീട്രൂട്ടിൻ്റെ തോരനാണെന്ന്. അതെ കേട്ടോ. പക്ഷേ അത് ഞാനൊരു വെറൈറ്റി സ്റ്റൈൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. തോരൻ അരിയുന്നതൊക്കെ ചെറുതായിട്ട് നുറുക്കിയത് ഞാനിത് കത്തി കൊണ്ട് അരിഞ്ഞതല്ല. അപ്പം ഞാനിത് എങ്ങനെയാണ് അത് എളുപ്പത്തിൽ ഇത് ചെയ്തെടുത്തതെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെറിയ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി ഇത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുമാതിരി കട്ട് ചെയ്തെടുക്കാം. ആദ്യം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണിത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടും ഞാൻ ഇതുമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിൽ ചെറിയ ആരെടുത്തിട്ട് ഈ കട്ട് ചെയ്തെല്ലാം കൂടി അതിനകത്തിട്ട് ഒരു തവണ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റ തവണ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതേ നോക്കി നല്ല തോരൻ പരുവത്തിൽ കിട്ടി. ഒരു സെക്കൻഡിലോട്ട് നമുക്കത് ഇത്രയൊന്ന് നുറുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ദൂരെയൊന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് നുറുക്കിയെടുത്തത് ഇടുവാണ്. ബീട്രൂട്ട് എളുപ്പം വേവുന്നതാണെങ്കിലും കുക്കറിനകത്തിട്ട് വേവിക്കുന്നത് നോക്കി ഒരൊറ്റ വിസിൽ നമുക്കത് എളുപ്പത്തിൽ വേവിച്ചെടുക്കാം. ഗ്യാസിന് ലാഭമുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചെറുപരിപ്പ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരെ ഇട്ടിരുന്നിട്ട് ഒന്ന് കുതിർത്ത് വച്ചിരുന്നു. അതും കൂടി ചേർക്കുകയാണ്. മിക്കവാറും എല്ലാ തോരനും ഈ ചെറുപരിപ്പ് ഇങ്ങനെ ചേർക്കുന്നത് ഒത്തിരി നല്ല രുചിയാണ് കേട്ടോ. തോരൻ നല്ല രുചി കിട്ടും. 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്ത കാരണം ചെറുപരിപ്പ് എളുപ്പത്തിൽ ബീട്രൂട്ടിൻ്റെ കൂടെ വേണം. ഇനി നമുക്ക് ആ ജാറൊന്ന് അല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കഴുകി അതിലേക്ക് ചേർക്കാം. വേവാൻ ഇച്ചിരി വെള്ളം വേണമല്ലോ. ഇനി നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർക്കാം. ബീട്രൂട്ടിന് അധികം ഉപ്പ് ചേർത്തുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് നല്ല പോലെ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ കൂട്ടൊന്ന് തയ്യാറാക്കാം. ഞാനൊരു 1/2 കപ്പ് നാളികേരം തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഓൾറെഡി ബീട്രൂട്ടിന് മധുരമുള്ളതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകവും ചേർക്കണം. അല്പം ഫ്രഷ് കരിയാപ്പിലയും കൂടി ചേർത്തോളൂ. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒറ്റ തവണയൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാ തോരനും ഉഴുന്ന് പരിപ്പ് ചേർത്ത് കടുവറുത്ത നല്ല രുചിയാണ്. കടുക് ചേർക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. ജീരകം ചേർത്തു ഒരു 1/4 ടീസ്പൂൺ. ഒരു വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പില ചേർത്തോളൂ. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നാളികേരം അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി നമുക്കത് നല്ലതുമാതിരി ഒന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുമാതിരി മിക്സ് ചെയ്യണേ. അടുത്തതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. എന്നിട്ട് നല്ലതുമാതിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് ചൂടാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ, സ്പെഷ്യൽ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി പരിപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് ഒത്തിരി നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുമാതിരി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻറ്റ്സ് എഴുതണം, ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം. ഓക്കെ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോഴത്തേക്കും ബൈ ബൈ.